കീരിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ 110ാം വാർഷികവും സ്കൂളിൽ സ്ഥാപിച്ച CCTV ക്യാമറയുടെ ഉദ്ഘാടനവും നടന്നു. യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കീരിക്കാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ 110ാമത് വാർഷികവും സ്കൂളിൽ സ്ഥാപിച്ച CCTV ക്യാമറയുടെ ഉദ്ഘാടനവും നടന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് കലയെടുപ്പോടുകൂടി ധാരാളം കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന ഈ സ്കൂളിൽ ടീച്ചർ പറഞ്ഞൊരു കാര്യം മതിലിന്റെ കാര്യമാണ്. മതില് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ പൊതുസ്ഥാപനങ്ങളുടെ സ്ഥലം എടുക്കുമ്പോൾ നാഷണൽ ഹൈവേ അവർക്ക് പണം തരുന്നില്ല. അത് ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ കായംകുളത്ത് ഇത് മാത്രമല്ല, ആലപ്പുഴയിലെ എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് ആ മതിൽ ചെയ്ത് തരാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. നീല ചേച്ചി ഇവിടെ അത് പറയും, ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ വെക്കേഷൻ കാലത്ത് ആ മതിൽ പൂർത്തീകരിച്ച് തരാമെന്ന് ഗ്രാമപഞ്ചായത്തിൽ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാനും ഫോളോ അപ്പ് ചെയ്ത് തരാം. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറ്റു മാർഗങ്ങൾ നോക്കാം. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കാന്നുള്ളതാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള PT. ഇപ്പം ശ്രീ പ്രകാശിന്റെ നേതൃത്വത്തിൽ ഇവിടെ കാണുമ്പോൾ ഇതിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക, എത്രത്തോളം ഈ സ്കൂളിനെ മനോഹരമാക്കാൻ കഴിയുമോ അത്രത്തോളം നിങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പേരൻസിന് അറിയാം, കഴിഞ്ഞ MLA 50 ലക്ഷവും എന്റെ ഭാഗത്തുനിന്ന് 50 ലക്ഷം, 1 കോടി രൂപയുടെ ഒരു കെട്ടിടമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റ് പല സ്കൂളിൽ ഇപ്പൊ തേവലപ്പുറ സ്കൂളിൽ ഇപ്പൊ MLA 50 ലക്ഷം കൊടുത്തതേ ഉള്ളൂ. കായംകുളത്ത് ധാരാളം സ്കൂൾ കെട്ടിടങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഈ ഒരു 9 വർഷക്കാലം നിരവധി സ്കൂൾ കെട്ടിടങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലുതും ചെറുതും അതിനപ്പുറത്തുമൊക്കെ രാമപുരം അടക്കം നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് അനുവദിപ്പിച്ച് ചെയ്തതാണ്. അങ്ങനെ ഇപ്പോഴും നിർമ്മാണത്തിൽ 3-4 സ്കൂൾ കെട്ടിടങ്ങൾ ഇരിക്കുന്നുണ്ട്. പരമാവധി നമ്മൾക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ വാങ്ങി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ നാടിന് പ്രയോജനകരമായിട്ട് ചെയ്യാനായിട്ടാണ് ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത്. എന്നാൽ നമ്മൾ പണ്ട് സാമ്പത്തിക ശാസ്ത്രം പഠിച്ച എല്ലാവർക്കും അറിയാം, ഞാൻ എക്കണോമിക്സ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് പഠിപ്പിക്കുന്നത് തന്നെ എക്കണോമിക്സിന്റെ തിയറി തന്നെ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ സ്കേഴ്സ് എന്നല്ലേ. എക്കണോമിക്സ് പഠിച്ച എല്ലാവർക്കും ഫസ്റ്റ് പഠിക്കും നമുക്കറിയാം. ആവശ്യങ്ങൾ ഒരുപാടും വിഭവങ്ങൾ പരിമിതവുമാണെന്നുള്ളത്. നമുക്ക് ഈ 6 പഞ്ചായത്ത് നഗരസഭയും കൂടി നിൽക്കുമ്പോൾ കിട്ടുന്ന ഫണ്ടുകൾ എല്ലായിടവും ഞാൻ ചിലപ്പോൾ ഓർമ്മ സമുദ്രം പോലെ നിൽക്കുക അതുപോലെ ഫണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ 6 പഞ്ചായത്തിലെയും ചെലവഴിച്ച ഫണ്ടുകളുടെയൊക്കെ കണക്കൊക്കെ എടുത്ത് നോക്കാമെങ്കിൽ ധാരാളം ഇതുവരെ ചെയ്യാത്ത പോലെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇനിയും ചെയ്യാനുണ്ട് എന്ന് ബോധ്യമുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ചെയ്യും. ഏതായാലും 110ാമത് സ്കൂൾ വാർഷികം നടക്കുമ്പോൾ കേരളത്തിൽ ഐതിഹാസികമായിട്ടുള്ള ചില പ്രഭാഷണങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില ചരിത്ര സംഭവങ്ങളുടെ അനുസ്മരണങ്ങൾ കൂടി നടക്കുകയാണെന്ന് സന്ദർഭം നിങ്ങളോടൊന്ന് സൂചിപ്പിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിലിരിക്കുന്ന അവസരത്തിൽ മഹാത്മാഗാന്ധി അദ്ദേഹത്തെ കാണാൻ വന്നതിൻ്റെ 100ാം വാർഷികം ഇപ്പം നടക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 100 വർഷങ്ങൾക്ക് മുമ്പ് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ഇരിക്കുന്നു. അവിടേക്ക് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി എത്തുന്നു. എന്താ ആ കാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തൊട്ടുകൂടായ്മയും തീണ്ടാപ്പാട് അകലം പാലിക്കേണ്ടതുമായിരുന്ന ഉച്ചനീചത്വത്തിന്റെ ഒരു കാലത്ത് നിന്ന് നമ്മൾക്ക് സ്വതന്ത്രമായി 115 വർഷം 1915 സ്ഥാപിതമായ ഒരു സ്കൂളാണെന്ന് പറയുന്നത് എന്തൊരു പാരമ്പര്യമാണ്. ഭാഗ്യമാണ് കേട്ടോ ഇവിടെ പഠിക്കാൻ കഴിയുന്നതും ഇവിടെ മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നതും ഒക്കെ ഒരു ഭാഗ്യമാണ്. ഇവിടെ പഠിച്ചവരും കാണും, ഇവിടെ ഒരുപാട് പേര് ഇവിടെ പഠിച്ചവരാണ്. ഭാഗ്യം തന്നെയാണ്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ലീല ഗോകുൽ അധ്യക്ഷയായി. കീരിക്കാട് ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ് മിസ്സസ് DR പ്രിയ സ്വാഗതം പറഞ്ഞു. ലഹരിക്കെതിരെ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നയിച്ച സിവിൽ പോലീസ് ഓഫീസർ കൂടിയായ സച്ചിൻ രാജ് മുഖ്യാതിഥിയായി. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G ഉണ്ണികൃഷ്ണൻ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി വിശ്വനാഥ്, SMC ചെയർമാൻ പ്രകാശ് പാനക്കാരൻ, SMC വൈസ് ചെയർമാൻ S മനോജ്, U നാസറുദ്ദീൻ, സ്റ്റാഫ് സെക്രട്ടറി പ്രശാന്ത് കുമാർ എന്നിവർ പങ്കെടുത്തു.